ഹായ്. 0-ൽ നിന്നും ഒരു 100-ലെത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ജേണിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ എഡ്യൂക്കേഷൻ ജേണി എന്ന് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു ജേണി തന്നെയാണ്. അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ എൻ്റെ 10th ഞാൻ എൻ്റെ സ്റ്റഡി സ്റ്റോപ്പാവുന്നത്. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നപ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ 7 വർഷത്തിന് ശേഷമാണ് +1 ജോയിൻ ചെയ്യണത്. +1 ജോയിൻ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കൊരു മോനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും എനിക്ക് എന്നും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന എൻ്റെ മകന്. അവൻ എൻ്റെ ലൈഫിലോട്ട് വരുന്നത് എൻ്റെ 17ാമത്തെ വയസ്സിലായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം തകർത്ത ഒരു വിവാഹമായിരുന്നത്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം പോയതേയില്ല. അതേക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ചു. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അത് നടക്കുന്നില്ലേ. കൂടെയുള്ളവരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരയും. അവസാനം പഠിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ ഒരാളുണ്ടായിരുന്നു. എന്നെ ചേർത്ത് പിടിച്ച, എന്നെ ഒരുപാട് മനസ്സിലാക്കിയ, ഇന്നും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരാൾ പിന്നീട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ഞാൻ ഓർക്കുന്ന ആ ഒരു വലിയ മനസ്സുള്ള ഉമ്മ, അതെൻ്റെ ഹസ്ബൻഡ് ഉമ്മയായിരുന്നു. അവരെന്നെ മനസ്സിലാക്കി എൻ്റെ പഠിക്കാനുള്ള ആഗ്രഹത്തെ എല്ലാവരോടും ചോദിച്ചും പറഞ്ഞും അവസാനം അതിനെ സമ്മതിപ്പിച്ചു. എന്നെ പഠിക്കാനായിട്ട് +1 അയച്ചു. ആ +1 പോകുമ്പോഴേക്കും എൻ്റെ മോന് 3 വയസ്സായിരുന്നു. അവനെ മോണ്ടിസോറിയിൽ ചേർത്ത് ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങി. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, എന്നെ ഇതുവരെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഒരാൾ ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് പോലും ആരും അറിയാതെ എൻ്റെ ബാഗിൽ വെച്ചിരുന്ന ആ ഉമ്മ. കുട്ടികളെല്ലാം തീർത്ത് ഞാൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ അത്ര മതി നീ പോയിക്കോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയക്കുന്ന, ആരും കാണാതെ എനിക്ക് പലതും എടുത്തു തരുന്ന ആ ഉമ്മ. അങ്ങനെ ഞാൻ +1 സ്റ്റാർട്ട് ചെയ്തു. പഠിക്കാൻ മിടുക്കിയായിരുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചു. +2 നല്ല മാർക്ക് വാങ്ങിയതിനുള്ള അവാർഡും വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് എൻ്റെ ഒരു അടുത്ത ജേണിയിലോട്ട് ഞാൻ പോയി. എനിക്ക് മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ജോലി ആവണം, സ്വന്തം കാലിൽ നിൽക്കാൻ ഏബിളാവണം. എന്നെ പരാജയപ്പെടുത്തിയവർക്ക് മുന്നിൽ, ഞാൻ ഒന്നുമല്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ ആ വാശിയോടെ പഠിച്ചു. പെട്ടെന്ന് ജോബ് ആവണമെന്നുണ്ടെങ്കിൽ ടീച്ചിങ് ആണ് ഏറ്റവും ബെസ്റ്റെന്ന് തോന്നി. ഒരു ടീച്ചറായി ഒരു CBSE സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്നായിരുന്നു എൻ്റെ കരിയർ ജേണി. പിന്നീട് മനസ്സിൽ അടങ്ങാത്തൊരാഗ്രഹമായിരുന്നു സൈക്കോളജി എടുക്കണം, മനുഷ്യന്മാരുടെ മനസ്സ് പഠിക്കണം, എന്നെപ്പോലെ വേദനിച്ച ഒരുപാട് കുട്ടികൾക്ക് താങ്ങാവണം, അവരുടെ ലൈഫ് തിരികെ കൊണ്ടുകൊടുക്കണം എന്ന് ഭയങ്കരമായിട്ട് മനസ്സിനിങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു ജേണിയിൽ ശരിക്കും ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൂട്ടുകാരെയൊന്നും അധികം കിട്ടിയില്ല. ഫ്രണ്ട്സൊന്നും അധികം ഉണ്ടായില്ലെങ്കിലും കുറഞ്ഞ ഫ്രണ്ട്സുകൾ മാത്രമായിരുന്നു. എങ്കിലും ഹാപ്പി ആയിട്ട് എൻ്റെ ഡിഗ്രി കാലഘട്ടം പൂർത്തിയാക്കി. ഡിപ്ലോമ എടുത്തു. ഫാമിലി തെറാപ്പിയിൽ ഡിപ്ലോമ എടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച്. പക്ഷേ ഫ്രണ്ട്സിനൊന്നും അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻ്റെ കരിയറിലായിരുന്നു. ഒരു സൈക്കോളജിസ്റ്റായിട്ട് മാറുക, മറ്റുള്ളവരുടെ പ്രോബ്ലംസിന് ആശ്വാസമായിട്ട് മാറണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു കേട്ടോ എനിക്ക്. അതിനിടയിൽ ഞാനൊരു പുതിയ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. ഞാനും എൻ്റെ മോനെ പിരിയാതെ തന്നെ, എൻ്റെ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജേണി ഞാൻ പിന്നീട് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം പറയാൻ എൻ്റെ ഈ ഒരു കരിയർ ജേണിയാണ്. അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, പാസ്സായി. പിന്നീടുള്ള എൻ്റെ PG കാലഘട്ടമായിരുന്നു എനിക്ക് വീണ്ടും എന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി, അതുപോലെ തന്നെ ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും. ഞാൻ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉള്ളവരൊന്നും എന്നെ അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ അവരെല്ലാം ഒരു ടീം, ഞാൻ മാത്രമായിരുന്നൊരു ലോകം. ഒരുപാട് കരഞ്ഞ രാത്രികൾ,
സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പല രീതിയിലും ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പലരും ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ റിയലായിട്ട് എന്നെ മനസ്സിലാക്കാനും അതല്ലെങ്കിൽ എന്താണ് എൻ്റെ വിഷമം തിരിച്ചറിയാനും എനിക്ക് എന്തു പറ്റിയെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കാനും ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷം കണ്ടെത്തിയത് എൻ്റെ മോനായിരുന്നു. മോനൊരു പലപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ PG കാലഘട്ടത്തിൽ ഞാൻ അവനും ഒരുമിച്ചായിരുന്നു ഹോസ്റ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ ചേർത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടായിരുന്നു എൻ്റെ PG കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. അവരെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കാരണം പല ആ ഒരു ടൈമിൽ കോളേജ് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഫ്രണ്ട്സുകൾ അവരുടെ കൂടെ കൂടാൻ ഒരു പക്ഷേ എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ എൻജോയ്മെൻറ്റിനേക്കാളും അടിച്ചുപൊളിനേക്കാളും ഒക്കെ ബെസ്റ്റ് ഈ കോഴ്സ് എങ്ങനെയെങ്കിലും തീർക്കണം. മോനാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് അതിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തു. രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്നു പഠിച്ചു. ഞാൻ അത്രയ്ക്ക് നന്നായി പഠിക്കുന്നൊരു കുട്ടിയല്ലെങ്കിലും ആ ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ബാക്കോട്ട് വന്ന് എൻ്റെ ക്ലാസ്സിൽ PG ക്ലാസ്സിൽ 12 കുട്ടികളിൽ ഏറ്റവും ലാസ്റ്റത്തത് എന്ന് വേണമെങ്കിൽ പറയാം എന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 പേരിനേക്കാളും ഇന്ന് കരിയറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മാറിയിട്ടുള്ളത് ഞാൻ കൂടിയാണ്. ഞാൻ ബാക്ക് ബെഞ്ചിലാണെങ്കിലും ഞാൻ പഠിക്കാൻ തട്ടിമുട്ടിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് പാസ്സായി പോകുന്ന ലെവലിലോട്ടൊക്കെ ഞാൻ എത്തിയെങ്കിലും പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അവരെക്കാളൊക്കെ മുകളിലുള്ളൊരു കരിയർ സ്വന്തമാക്കിയിട്ടുണ്ട്. PG എക്സാം ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടം എൻ്റെ ആ ഒരു LP UP ഹൈസ്കൂൾ കാലഘട്ടമായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ്, അതുപോലെ ഞാൻ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. നാടകം, മോൺ ആക്ട്, ഒപ്പന, ഇങ്ങനെയൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നൊരു കാലഘട്ടം. എൻ്റെ +1 +2 ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ പോയിരുന്നെങ്കിലും പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു സ്കൂൾ ലൈഫിൽ ഫ്രണ്ട്സ്, സ്കൂള് അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പക്ഷേ എൻ്റെ ഡിഗ്രി PG ഒന്നും എനിക്ക് അത്രയ്ക്കൊരു ഹാപ്പിനെസ് തന്നിട്ടേ ഇല്ല. എല്ലാ വർക്കുകളും പ്രൊജക്റ്റുകളും എല്ലാം പെട്ടെന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് വേഗം എനിക്ക് പെട്ടെന്ന് തീർക്കണം. എനിക്കിത് കഴിയൂലേ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ എല്ലാം പെട്ടെന്ന് തീർത്ത് രാത്രിയിൽ ഉറക്കൊഴിച്ചിരുന്നൊക്കെ തീർക്കുന്ന കാരണം അതുകൊണ്ടാട്ടോ പലർക്കും എന്നോട് ദേഷ്യം. കാരണം ഞാനെല്ലാം പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ സബ്മിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ടീച്ചേഴ്സ് അവരോട് ചോദിക്കും. അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ അടിച്ചുപൊളിയോ കോളേജ് ലൈഫ് ഒന്നും ആയിരുന്നില്ല. എനിക്ക് വേണ്ടിയിരുന്നത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിയൂ എന്നുള്ള പേടി കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ PG ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തു. സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലോട്ട് ഞാൻ എത്താൻ തുടങ്ങി. പക്ഷേ എനിക്ക് വീണ്ടും തോന്നി പൂർണ്ണമായിട്ടില്ല, എനിക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഡിപ്ലോമയ്ക്ക് പോകുന്നതും എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് വീണ്ടും പഠിക്കുന്നതും. എറണാകുളത്തെ പഠനം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ചെറിയ മോനെയും കൊണ്ടായിരുന്നു കേട്ടോ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവന് വളരെ കുഞ്ഞായിരുന്നേ. ഹോസ്റ്റൽ റൂമിലും അതുപോലെ റെസിഡൻസിയിൽ പുറത്ത് സ്റ്റേ ചെയ്തിട്ടും ഒരുപാട് ബുദ്ധിമുട്ടി. പ്രത്യേകിച്ച് എറണാകുളത്ത് കൊതുകടിക്ക് പേര് കേട്ട സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ റൂമൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ക്ലാസ് റൂമിലും ബെഞ്ചിന് താഴെയായിട്ട് അവനെ കിടത്തിയിട്ടും ഇങ്ങനെ ഒരുപാട് രാത്രിയിൽ ഉറക്കൊഴിച്ചിരുന്ന് അവനെ ഉറക്കി വീണ്ടും ഉണർന്നിരുന്ന് പഠിച്ച് അങ്ങനെയുള്ള നല്ല രസകരമായിട്ടുള്ള ഒരുപാട് നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ എറണാകുളത്തെ പഠനം കഴിഞ്ഞു. അന്ന് ഞാനിത് പഠിക്കാൻ പോയത് RCA ലൈസൻസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആ കോഴ്സ് കഴിഞ്ഞ് RCA ലൈസൻസൊക്കെ കിട്ടി. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള പോസ്റ്റും കൂടെ എത്തി. അങ്ങനെ സൈക്കോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടായിരുന്നു പിന്നീടുള്ള പഠനം കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രശസ്തനായ ഒരു ന്യൂറോ സൈക്കാട്രിസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഡെയിലി 10 കേസോളം ഞാൻ ഹാൻഡിൽ ചെയ്യാറുണ്ട്.
ശരിക്കും നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 6-7 വർഷമായിട്ട് ഞാൻ ഡോക്ടറെ കൂടെ തന്നെയാണ്. ഡോക്ടറെ എല്ലാ കൗൺസിലിംഗ് കേസുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. ഫാമിലി സെഷൻസ് ആണെങ്കിലും പിന്നീട് അവിടെ നിന്ന് 1-2 ഹോസ്പിറ്റലിലോട്ടും അതുപോലെ വേറെ ക്ലിനിക്കുകളിലോട്ടും അങ്ങനെ ടോട്ടൽ ഒരു 3-4 സ്ഥലത്ത് ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ടൈമില്ലാത്തത് കാരണം അവിടെയൊക്കെ മറ്റാളുകളെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ സൈക്കാട്രി ക്ലിനിക്കിലും അതുപോലെ തന്നെ മറ്റൊരു ഗ്ലോബൽ സൈക്കോളജി ക്ലിനിക്കിലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ജേണിക്കിടയിൽ വീണുപോയ ഒരുപാട് ഇടങ്ങളുണ്ട്, ഒരുപാട് തളർന്നു പോയ നിമിഷങ്ങളുണ്ട്. പലപ്പോഴും ചിലരൊക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ തന്ന് കൂടെ നിന്ന് ഒരുപാട് ഹൈ ആയിട്ട് നമ്മൾ ഉയർത്തിക്കളയും. എന്നിട്ട് ഒറ്റയടിക്ക് താഴേക്കങ്ങ് തള്ളിയിടും. ആ വീഴ്ചയിൽ ഒരു വല്ലാത്ത പെയിനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടിങ് എന്നതിന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം തന്നിട്ട് ഒറ്റയടിക്ക് ഒരുപാട് ഉയരത്തിലെത്തി താഴേക്ക് വീഴുമ്പോഴുള്ള വേദന എത്രയാണെന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം അറിയപ്പെടുന്നൊരു നല്ല സൈക്കോളജിസ്റ്റായിട്ട് എനിക്കിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്ന ഒരുപാട് ഇടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഐ ആം വെരി ഹാപ്പി. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടത്, ഞാൻ ആഗ്രഹിച്ചത് എല്ലാം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. സ്വന്തം കാലിൽ നിൽക്കാൻ ഏബിളായി, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ കഴിയുന്നു. അതിലുപരി അന്ന് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സങ്കടത്തിലും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മകന് ഇന്നവന് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞു. അവനിപ്പോൾ എൻജിനീയറിങ് കഴിയാനായി തുടങ്ങിയിട്ടാ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിജയത്തിലെത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പോവേണ്ടി വരും. ചിലപ്പോൾ തട്ടിത്തടഞ്ഞ് വീണു പോയെന്ന് വരും. ചങ്കൂറ്റത്തോടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്ര അത് വിജയത്തിലേക്ക് തന്നെയായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ചങ്കൂറ്റത്തോടെ ജീവിതം പൊരുതി ജയിക്കാനുള്ള ആവേശത്തോടെ മുന്നോട്ട് പോകുക. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെയാണല്ലോ.